വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. റാബീസ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട ചില എക്സസൈസ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് തിങ് ഈസ് വി വിൽ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ പി സീരീസ് ടെസ്റ്റ് യൂസിങ് റാബീസ് ടെസ്റ്റ്. സോ പി സീരീസ് യൂസിങ് റാബീസ് ടെസ്റ്റ്. നമ്മൾ പ്രീവിയസ്ലി P series in the result, that is summation 1 by n raised to p converges if and only if p greater than 1 നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. അപ്പോൾ നമ്മളിവിടെയും p ഈക്വൽ ടു 1 ഒഴികെയുള്ള കേസ്, അതായത് p ഗ്രേറ്റർ ദാൻ 1ൻ്റെ കേസിൽ കൺവേർജൻ്റ് ആകുന്നുള്ള കേസും p ലെസ് ദാൻ 1ൻ്റെ അകത്ത് ഡൈവേർജൻ്റ് ആകുന്നുള്ള കേസും നമ്മൾ റാബീസ് ടെസ്റ്റ് വെച്ച് റാബീസ് ടെസ്റ്റിനെ കൊറോളറി വെച്ചിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. സോ യൂസിങ് കൊറോളറി, if a is equal to limit n tends to infinity n times 1 minus modulus of xn plus 1 divided by modulus of xn. Okay, so this is what a is. അപ്പോൾ ഈ ലിമിറ്റ് എയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ കൺവേർജ് ചെയ്യും, ലെസ് ദാൻ 1 ആണെങ്കിൽ ഡൈവേർജ് ചെയ്യും. ദിസ് ഈസ് ദ റിസൾട്ട്. സോ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദിസ്. ഈ ലിമിറ്റിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാനാണ് ചെയ്യുന്നത്. നമുക്കിവിടെ ഉള്ളത് എക്സ് എൻ എന്നുള്ളത് 1 by n raised to p ആണ്. ഹിയർ എക്സ് എൻ ഈസ് ആക്ച്വലി 1 by n raised to p. സോ എക്സ് എൻ പ്ലസ് 1 ഈസ് ആക്ച്വലി 1 by n plus 1 raised to p. Okay, so here limit n tends to infinity n times 1 minus modulus of xn plus 1 by modulus of xn is actually limit n tends to infinity n times 1 minus xn plus 1 is 1 by n plus 1 raised to p. ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് മോഡുലസ് എൻ 1 ബൈ എൻ റൈസ് ടു പി എപ്പോഴും പോസിറ്റീവ് ആയതുകൊണ്ട് മോഡുലസ് ഓഫ് എക്സ് എന്നും എക്സ് എന്നും എല്ലാം സെയിം ആണ്. ഡിവൈഡ് ബൈ എക്സ് എൻ ഈസ് 1 by n raised to p. So this is actually limit n tends to infinity n times. Now ഈ ഭാഗത്തെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ദിസ് ഈസ് ആക്ച്വലി 1 മൈനസ് എൻ റൈസ് ടു പി ന്യൂമറേറ്ററിൽ പോവും, എൻ റൈസ് ടു പി ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 റൈസ് ടു പി. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എൻ ടൈംസ് എൽ സി എം എടുക്കുമ്പോൾ എൻ പ്ലസ് 1 റൈസ് ടു പി മൈനസ് എൻ റൈസ് ടു പി divided by n plus 1 raised to p. Okay, now ഇവിടെ ത്രൂ ഔട്ട് എൻ റൈസ് ടു പി ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ എടുത്ത് ക്യാൻസൽ ചെയ്ത് കളയാം. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എൻ ടൈംസ് ന്യൂമറേറ്ററിൽ എൻ റൈസ് ടു പി കോമൺ എടുക്കുമ്പോൾ എൻ റൈസ് ടു പി ടൈംസ് 1 പ്ലസ് 1 ബൈ എൻ. ഇവിടെ എന്നിൽ നിന്ന് എൻ കോമൺ എടുക്കുമ്പോൾ എൻ റൈസ് ടു പി കോമൺ എടുക്കുമ്പോൾ ഇവിടെ എൻ ദ ഹോൾ റൈസ് ടു പി ഔട്ട് സൈഡ് ആവും. സോ ദിസ് ഈസ് 1. ഇവിടെ കോമൺ എടുക്കാനില്ല, സോ 1 ഡിവൈഡ് ബൈ 1 ബൈ എൻ എന്ന് കിട്ടും. ഓക്കെ, റൈസ് ടു പി മൈനസ് ഇവിടെ എൻ റൈസ് ടു പി കോമൺ എടുക്കുമ്പോൾ ദിസ് ഈസ് ആക്ച്വലി 1. ഡിനോമിനേറ്ററിലും എൻ റൈസ് ടു പി കോമൺ എടുക്കുമ്പോൾ 1 പ്ലസ് 1 ബൈ എൻ ദ ഹോൾ റൈസ് ടു പി. ഓക്കെ, now n raised to p നമുക്ക് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ഓക്കെ, സോ ദ ആൻസർ ബിക്കംസ് ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n ടൈംസ് 1 പ്ലസ് 1 ബൈ എൻ ദ ഹോൾ റൈസ് ടു പി മൈനസ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് 1 ബൈ എൻ ദ ഹോൾ റൈസ് ടു പി. ഇനി നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണ് ഈ ലിമിറ്റിനെ കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിട്ട് എഴുതാൻ വേണ്ടി.
സോ ദിസ് ഈസ് ആക്ച്വലി ഈക്വൽ ടു നമുക്ക് എന്നിനെ 1 ഡിവൈഡഡ് ബൈ 1 ബൈ n എന്ന് എഴുതാം. സോ ദിസ് ഈസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് 1 ബൈ n the whole raised to p minus 1 divided by 1 by n. ഈ എന്നിനെയാണ് 1 ഡിവൈഡഡ് ബൈ 1 ബൈ n വിച്ച് ഇസ് ആക്ച്വലി n ഇറ്റ് സെൽഫ് ടൈംസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ബൈ n ദ ഹോൾ റൈസ് ടു പി. ഈ ഡിനോമിനേറ്ററിൻ്റെ ലിമിറ്റ് സെപ്പറേറ്റും ന്യൂമറേറ്ററിൻ്റെയും ഈ ഇൻക്ലൂഡിങ് എൻ്റെ ലിമിറ്റ് സെപ്പറേറ്റ് ചെയ്തു. ഓക്കെ, നൗ ദിസ് പാർട്ട് ഇത് we have a result limit x tends to 0 1 plus x the whole raised to p minus 1 divided by x is actually p. We have a result that. Okay, so ആ റിസൾട്ട് വെച്ചിട്ട് ഇവിടെ as n tends to infinity ആകുമ്പോൾ so as n tends to infinity 1 by n tends to 0. സോ n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നതിന് പകരം 1 ബൈ n ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ മതി. സോ ഇവിടെ എക്സിന് പകരം 1 ബൈ n എന്നേ ഉള്ളൂ. സോ ദിസ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 പ്ലസ് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് എന്നുള്ള ഫോമിലായി. ഓക്കെ, അല്ലെങ്കിൽ 1 പ്ലസ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് അറ്റ് 0 ആണ് ഈ എക്സ്പ്രഷൻ. ഓക്കെ, അതിൻ്റെ ആൻസർ എപ്പോഴും പി ആണ്. സോ 1 പ്ലസ് എക്സ് ദ ഹോൾ റൈസ് ടു പി സോറി. അപ്പോൾ ഇവിടെ അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ എക്സിന് പകരം 1 ബൈ n ആയെന്നേ ഉള്ളൂ. സോ ദിസ് ബിക്കംസ് ദ ഫസ്റ്റ് പാർട്ട് ബിക്കംസ് ദിസ് ഈസ് ആക്ച്വലി 1 പ്ലസ് എക്സ് ദ ഹോൾ റൈസ് ടു പി മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് വിച്ച് ഈസ് ആക്ച്വലി പി ടൈംസ് നൗ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ 1 ബൈ n ടെൻസ് ടു 0. So this is actually 1 plus 0 the whole raised to p 1 divided by 1 plus 0 the whole raised to p which is actually 1 raised to p which is actually 1. So ഈ ലിമിറ്റ് 1 എന്ന് കിട്ടും. So the answer becomes p. Okay, so ഇവിടെ നമുക്ക് കിട്ടിയത് ലിമിറ്റ് n tends to infinity n times 1 minus modulus of xn plus 1 by modulus of xn is actually p എന്ന് കിട്ടി. സോ ബൈ റാബീസ് ടെസ്റ്റിൻ്റെ കൊറോളറി വെച്ചിട്ട് the series summation xn absolutely convergent whenever p is greater than 1 അതാണ് റിസൾട്ട് and not absolutely convergent whenever p is less than 1. So that's the result. Okay, so ഈ സീരീസ് absolutely converge. ഇവിടെ xn എന്ന് വെച്ചാൽ 1 by n raised to p ആണ്. That is summation 1 by n raised to p absolutely convergent whenever p is greater than 1 and not absolutely convergent whenever p is less than 1. So ഇത് വെച്ച് ഈ റാബീസ് ടെസ്റ്റ് വെച്ചും നമുക്ക് പി സീരീസിൻ്റെ കൺവേർജൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഇവിടെ പി ഈക്വൽ ടു 1 എന്നുള്ള കേസിൽ ഇവിടെ കൃത്യമായിട്ട് പറയുന്നില്ല. അത് കൺക്ലൂസീവായിട്ട് ഈ ടെസ്റ്റ് വെച്ച് കൺക്ലൂസീവായ റിസൾട്ട് പറയാൻ പറ്റുന്നില്ല. അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെയാണ് റാബീസ് ടെസ്റ്റിൻ്റെ കൊറോളറിയും എ ഗ്രേറ്റർ ദാൻ 1. ദീസ് ലിമിറ്റിനെ നമ്മൾ എ എന്നാണ് കൊടുത്തത്. ആ എ ഗ്രേറ്റർ ദാൻ 1ലും എ ലെസ് ദാൻ 1ൻ്റെ കേസ് പറയുന്നുണ്ട്. എ ഈക്വൽ ടു 1ൻ്റെ കേസ് ഇവിടെ കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. സോ പ്ലീസ് റിമെമ്പർ ദാറ്റ്. സോ നമ്മൾ പി സീരീസിൻ്റെ കൺവേർജൻസ് വി ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് യൂസിങ് റാബീസ്